10-30 വയസ്സാകുമ്പോഴേക്ക് പ്രമേഹവും ബ്ലഡ് പ്രഷറും ക്യാൻസറും വന്ന്, ഡിപ്രഷൻ പോലുള്ള അസുഖം വന്ന്, അൽഷൈമേഴ്സ് പോലുള്ള പ്രായവർക്ക് വരേണ്ട അസുഖങ്ങൾ വന്ന് നമ്മുടെ ഹോസ്പിറ്റലുകൾ നിറയുന്നു എന്ന ഭീകരമായ കണക്ക് നമ്മൾ എന്തുകൊണ്ട് അസ്വസ്ഥരാക്കുന്നില്ല? അതുകൊണ്ടാണ് എന്റെ വ്യക്തിപരമായിട്ട് ഒട്ടേറെ പേർ എനിക്ക് അറിയുന്നവരാണിത്, ധ്യാനത്തിന്റെ അംഗങ്ങളാണ്, അല്ലാത്തവരുണ്ട് കേട്ടോ. അവർ ചെയ്യേണ്ടത് ഒരു കർത്തവ്യം എന്ന നിലയിൽ ഒരു 10 പേരെ ഇത് പഠിപ്പിക്കും. ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുമ്പോ, കല്യാണമൊക്കെ കഴിയല്ലോ ഈ ദമ്പതികൾ, ആ സമയത്ത് കുറെ സ്വർണം കൊടുക്കുന്നതിന് പകരം ഇക്കിഗായി കൊടുക്കൂ. എന്നിട്ട് പറയും, മോനെ മോളെ നീ ഇത് വായിക്കേ. അവർ വായിക്കട്ടെ. മൊബൈൽ ഫോൺ കൊടുക്കുന്നില്ലേ, ഐഫോൺ, അതിന് പകരം ഇക്കിഗായി കൊടുക്കൂ. അങ്ങനെ ചിന്തിച്ചു, കാരണം അവർ വായിക്കട്ടെ. ഇതെന്താ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം? ഞാൻ ഒരു ആമുഖം എന്ന നിലയിൽ ഇതുവരെ പറഞ്ഞതിന്റെ ചുരുക്കം പറയാറുണ്ടല്ലോ. എല്ലാ സമയത്തും നമ്മൾ അത് പറയാറുണ്ട്, എന്നിട്ടാണ് അടുത്തതിലേക്ക് പോവുക. കാരണം പുതിയ പ്രേക്ഷകരുണ്ടാവും. പുതിയ പ്രേക്ഷകരോട് പറയും, ഇതെല്ലാ വ്യാഴാഴ്ചയും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളിൽ മാറ്റും, അല്ലെങ്കിൽ നിർബന്ധമായും ഈ ഈ പ്രോഗ്രാം ഉണ്ടാവുമെന്ന് നിങ്ങളോട് പറയട്ടെ. അങ്ങനെ ഹെക്ടർ ഗാർഷിയും ഫ്രാൻസിസും ഒക്കെ എഴുതി ഈ പുസ്തകത്തിന്റെ ആദ്യഘട്ടത്തിൽ എന്താ പറയുന്നത്? നമുക്ക് ഒരു ഇക്കിഗായി കണ്ടെത്തണ്ടേ, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ എങ്ങനെ കണ്ടെത്തുന്ന വെച്ചാൽ 4 വാക്കുകൾ അവിടെ പറയും. ഒന്ന് പാഷൻ, ഒന്ന് മിഷൻ, ഒന്ന് പ്രൊഫഷൻ, ഒന്ന് വൊക്കേഷൻ. നമുക്കൊരു മിഷൻ ഉണ്ടാവണം ജീവിതത്തിൽ, നമുക്ക് അതിനൊരു പാഷൻ ഉണ്ടാവണം, ഒരു താല്പര്യം, അല്ലെങ്കിൽ അതില്ലാതെ പറ്റാത്തൊരവസ്ഥ. മറ്റൊന്ന് നിങ്ങളുടെ ജോലി. ഇതൊക്കെ നമ്മൾ അതിൽ നമ്മൾ 4 ചോദ്യങ്ങളാണ് പറയുന്നത്. വാട്ട് യു ഹാവ്, എന്താണ് നിങ്ങൾ, വാട്ട് യു ലവ്, നിങ്ങൾ എന്താണ് സ്നേഹിക്കുന്നത്, എന്താണ് നിങ്ങൾ നല്ലത്, നിങ്ങളുടെ ക്വാളിറ്റി എന്താ, വാട്ട് യു ആർ ഗുഡ് അറ്റ്. നിങ്ങൾ ശില്പിയാണ്, ചിത്രം വരയ്ക്കുന്ന ആളാണ്. പാട്ട് യേശുദാസോട് ചോദിച്ചാൽ അയാൾ ഇക്കിഗായി എന്താ? സിംഗിങ്. ഒരു രാഷ്ട്രീയ നേതാവോട് ചോദിച്ചാൽ എന്താണ്? അദ്ദേഹത്തിന് ഭരിക്കുക. ഒരു IAS കാരനെ സംബന്ധിച്ചോട് ചോദിച്ചാൽ അഡ്മിനിസ്ട്രേഷൻ. വാട്ട് ദ വേൾഡ് നീഡ്സ്. ഇനി വളരെ ഇമ്പോർട്ടന്റ്, എന്താണ് ലോകത്തിന് വേണ്ടത്, വേണ്ടാത്തതിൽ പോയിട്ട് കാര്യമില്ല. ഇനി വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഓഫ്, നിങ്ങൾക്ക് എന്തിനാണ് പണം കിട്ടേണ്ടത്. ഈ 4 ചോദ്യം ഒന്ന് ചോദിച്ചു. എന്താണ് എനിക്ക് സ്നേഹമുള്ളത്, ഇതിനോടാണ് സ്നേഹം, പ്രണയം, എന്തിനാണ് ഞാൻ പ്രശസ്തൻ, എന്റെ കഴിവ്, എന്താണ് ഈ സമൂഹത്തിന് ആവശ്യം, വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ, നിങ്ങൾക്ക് എന്തിനാണ് വല്ലത് ലഭിക്കേണ്ടത്. ഇപ്പൊ ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നത് വേൾഡിന് വേണ്ടിയിട്ടാണ്. വാട്ട് ദ വേൾഡ് നീഡ്സ്, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. എന്നിട്ട് പറയുന്നത് റിട്ടയർ എന്നൊരു വാക്ക് തന്നെ ജപ്പാനിലില്ല. റിട്ടയർമെന്റ് ഇല്ല, പെൻഷന്മാരില്ല, പെൻഷനേഴ്സ് ഇല്ല, സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു സംഘടനയുണ്ട്. ഞാൻ അതിന്റെ പല ആൾക്കാർ ഇതിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ചില ഭാരവാഹികളോട് ചോദിച്ചു, എനിക്കൊരു അവസരം തരാമോ നിങ്ങളോട് സംസാരിക്കാൻ. ഇതുവരെ ആരും എന്നെ വിളിച്ചിട്ടില്ല, സീനിയർ സിറ്റിസൺസോട്. കാരണം അവരുടെ ചെറുപ്പം എങ്ങനെയാണ്. ഒരു തവണ ഞാനൊരു പ്രോഗ്രാം ചെയ്തു, അവരുടെ നിർബന്ധത്തിൽ 1-2 സ്ഥലത്ത് ഞാൻ ചെയ്തു. എനിക്ക് തോന്നുന്നു കൂടുതലും അതിലേക്ക് ഇറങ്ങേണ്ടി വരും. നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ റിട്ടയർ ആയിട്ട് വീട്ടിൽ ചെയ്തത്. അത് പാടില്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ 5 സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ അല്ലെങ്കിൽ ആരോഗ്യമുള്ളവരുള്ളത്. അവർ 5 ബ്ലൂ സോൺസ് എന്നാ പറയാ. ഒന്ന് ഒക്കിനാവ ജപ്പാൻ, ഒന്ന് സാർഡീനിയ ഇറ്റലി, ഒന്ന് ലോമാൽ ഇന്ത്യ കാലിഫോർണിയ, ഒന്ന് നിക്വിയ പെനിസുല കോസ്റ്ററിക്ക, ആൻഡ് ഗ്രീസ്, ഇക്കാരിയ ഗ്രീസ്. ഈ 5 സ്ഥലത്താണ്. അതൊന്നും നിങ്ങൾ നോക്കിപ്പോണ്ട, അത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇവരൊക്കെ പറഞ്ഞത് 80% സീക്രട്ട് ആണ്. 80% മാത്രമേ ഇവർ ഭക്ഷണം കഴിക്കൂ, 20% അവിടെ വിടും. നമ്മളോ 110% ഭക്ഷണം കഴിക്കും, വിടൂല. ഇവരുടെ മെത്തേഡാണ്. പിന്നെ അടുത്ത നമ്പർ, എല്ലാവരും തമ്മിൽ സ്നേഹബന്ധം. അതിനൊരു മൊയൈ എന്ന വാക്കാണ്, മൊയൈ, കണക്റ്റഡ് ഫോർ ലൈഫ്. അവരുടെ ഓരോ സ്വഭാവങ്ങൾ അതൊക്കെ വിശദീകരിച്ച് പിന്നീട് പറയുന്നുണ്ട്. ഞാൻ ചുരുക്കം പറഞ്ഞു വെച്ചെന്ന് മാത്രം. അങ്ങനെ നിങ്ങൾ ആദ്യത്തെ എപ്പിസോഡിലേക്ക് വരുന്നത്, ആദ്യ ചാപ്റ്ററിലേക്ക് വരാം. ചാപ്റ്റർ ലിറ്റിൽ തിങ്സ് ദാറ്റ് ആഡ് അപ്പ് ടു എ ലോങ് ആൻഡ് ഹാപ്പി. എന്താ ലക്ഷ്യം? ഈ ജീവിതം ഇത് എന്തിനു നൽകി എന്ന് പാട്ട് പാടുന്നതല്ല, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാൻ എന്ന സിനിമാ ഗാനം പാടാനല്ല.
ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് പരിതപിക്കാനുമല്ല. എത്ര കാലം എനിക്ക് ഊർജ്ജസ്വലം ജീവിക്കാൻ പറ്റും? ഇന്ന് ഞാൻ ഒന്നുകൂടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ആവർത്തിക്കട്ടെ. 2040-42 കാലഘട്ടങ്ങൾ വരുമ്പോഴേക്കും ഒരു പുസ്തകത്തിൽ പ്രവചിച്ചതുപോലെ, ഡെത്ത് ഓഫ് ഡെത്ത് എന്ന പുസ്തകത്തിൽ പറഞ്ഞതുപോലെ, മരണമില്ലാത്ത സന്തോഷവാനായ ആരോഗ്യമുള്ള സമൂഹത്തിന് സേവനം ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടാവാൻ പോവുക. ചോദ്യം നിങ്ങളോട് അതിലുണ്ടാവുന്നു. അപ്പൊ ഇതിനെ ഇവിടെ രസകരമായ ഒരു കഥ പറയുന്നുണ്ട്. കഥയല്ല, ഏജിങ്സ് എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാല് ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുന്ന സമയത്ത് അതിന് തീ കൊടുത്താൽ 10, 9, 8 എന്നൊക്കെ പറഞ്ഞില്ലേ, അവിടുന്ന് അത് പൊങ്ങാനാണ് ഏറ്റവും വലിയ പ്രവേഗം, വെലോസിറ്റി വേണ്ട, വേഗത വേണ്ട. അതേപോലെ നമുക്ക് പ്രായത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റിയെ കുറിച്ച് പറയുന്നത്, പ്രായത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി അതെന്താണെന്നറിയാം. അവിടെ ഒരു മുയലിന്റെ കാര്യം പറഞ്ഞത്. ഇപ്പോ എന്റെ കാര്യം എടുക്കാം. രമേശൻ എന്ന എനിക്ക് 55 വയസ്സായി. ഞാൻ 100 വയസ്സിൽ മരിക്കുന്നു എന്നിരിക്കട്ടെ. നമ്മൾ 103 വയസ്സല്ലേ പറഞ്ഞിരിക്കുന്നത്. നോ അലൗഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ പുരാണത്തിൽ 100 വയസ്സ് വരെ നമ്മൾ ജീവിക്കുന്നതാണ് പറയാം. അങ്ങനെ 120 വയസ്സ് വരെ പിന്നെ ജീവിക്കുന്നു എന്ന് പറയട്ടെ രമേശൻ എന്ന ഞാൻ. നിങ്ങളെ കാര്യം പറഞ്ഞോട്ടോ. 120 ആരും കൂടി ഇരിക്കില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ബയോളജിസ്റ്റുകൾ പറയുന്നത് നമ്മുടെ കോശങ്ങൾക്ക് പിന്നീട് പ്രവർത്തിക്കാൻ പറ്റില്ല, അതുകൊണ്ട് 120 മരിക്കും. ഇത് സയന്റിസ്റ്റുകൾ പറഞ്ഞാണ് മനുഷ്യൻ, മറ്റേ സാധാരണ ഇങ്ങനെ കവികൾ പറഞ്ഞൊന്നല്ല. എന്നാൽ പുതിയൊരു ഗവേഷണം വരുന്നത് 2010 ശേഷം വന്നൊരു ഗവേഷണം. നമ്മളിങ്ങനെ സങ്കല്പിക്കും, ഒരു മുയൽ, നിങ്ങളുടെ മരണം എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടാവുമല്ലോ, 120 വയസ്സിലാണ്. അവിടെ ഒരു മുയലുണ്ട്. മുയൽ നമ്മളിങ്ങനെ ഓരോ ദിവസവും ഓടി 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 ആ മുയലിന്റെ അടുത്തേക്ക് എത്തുന്നു. മുയൽ അവിടെ ഇരിക്കുക കേട്ടോ. 120 വയസ്സെന്നാ മുയൽ അവിടെ ഇരിക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇങ്ങനെ വരുന്നു, ഓടി വരികയാണ്. അപ്പൊ ഒരു ദിവസം നിങ്ങൾ അവിടെ എത്തുമല്ലോ. ഇനി കഥ മാറ്റും. ഈ മുയൽ ഓടാൻ തുടങ്ങുന്നു. അതായത് നമ്മുടെ 120 വയസ്സെന്ന ആ സൈൻ ബോർഡായ മുയൽ അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നു. ഒരു കൊല്ലം, ഓരോ കൊല്ലവും നമ്മളെക്കാൾ മുമ്പിൽ. ഇപ്പൊ ഞാൻ 1 കൊല്ലം കൊണ്ട് ഇവിടെ എത്തുമ്പോഴേക്ക്, ഞാൻ 1 കൊല്ലം കൊണ്ട് ഓടി എത്തേണ്ട സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ മുയൽ 1 കൊല്ലം അങ്ങോട്ട് പോയി. അപ്പൊ എന്താ സംഭവിക്കുക? മുയൽ ഓടിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കലും മുയലിന്റെ അടുത്ത് എത്താൻ പറ്റില്ല, നിങ്ങൾ മരിക്കില്ല. എത്ര സുന്ദരമായ നടക്കാത്ത സ്വപ്നമെന്ന് നമ്മൾ വിചാരിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. അതാണ് ആദ്യമായിട്ട് ഇക്കിഗായിൽ പറയുന്ന ഒരു എക്സ്പീരിയൻസ്. അതായത് മരണത്തിന്റെ ദിനം നമ്മൾ നകന്നകന്ന് പോകുന്നു. അപ്പൊ നമ്മൾ എത്താൻ പറ്റില്ല, നമ്മൾ മരിക്കില്ല. എസ്കേപ്പ് വെലോസിറ്റി എന്നത് മനസ്സിലായല്ലോ ഏകദേശം. ഈ മൊബൈലിന്റെ കഥ പറഞ്ഞ വേഗം ഓർമ്മയുണ്ട്, അതുകൊണ്ട് അങ്ങനെ എഴുതിയത്. ഏജിങ്സ് എസ്കേപ്പ് വെലോസിറ്റി. ഇനി എന്താ വേണ്ടേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഇവരുടെ ഭാഷയിൽ പറയാം, മെൻ സാന ഇൻ കോർപ്പറോ സാന. സാനോ അതല്ലേ, മെൻസ് സാന ഇൻ കോർപ്പറോ സാന. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ഇത് പണ്ട് നമ്മൾ ഈ കോപ്പി എഴുതിയിട്ടുണ്ട്. നമ്മളെ നല്ല ശക്തമായ ശരീരത്തിൽ ശക്തമായ മനസ്സുണ്ടാവും. അത് ഈ ശരീരവും മനസ്സും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്ന പ്രാചീന ചിന്താഗതിയിൽ നിന്ന്, അല്ലെങ്കിൽ സൈക്കോളജിയിൽ നിന്നാണ് ആ വാക്ക് വന്നത്. എന്നാൽ ന്യൂറോ സയൻസ് പെർസ്പെക്റ്റീവിൽ അതിനെ കാണുമ്പോൾ, ഞാനൊരു ന്യൂറോ സയൻസ് റിസർച്ചിലാണ്, പുതിയ ആൾക്കാരോട് മാത്രമേ പറയുന്നത് കേട്ടോ, പഴയ ആൾക്ക് തന്നെ അറിയാം. ആ ന്യൂറോ സയൻസ് റിസർച്ചർ എന്ന നിലയിൽ ഞാൻ കണ്ടെത്തിയത് മനസ്സിൽ നിന്നും, ഞാനല്ല, ന്യൂറോ സയൻസ് പറയുന്നത് മനസ്സിൽ നിന്നും പകരം തലച്ചോറിന്റെ പ്രവർത്തനങ്ങളാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുമാണ്. ആവട്ടെ, രണ്ടായാലും സംഭവം തന്നെ. നിങ്ങൾക്ക് ശക്തമായ ഒരു മനസ്സ് അല്ലെങ്കിൽ ന്യൂറോൺസ് ഉണ്ടെങ്കിൽ, ന്യൂറോൺസ് ഉണ്ടെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങൾ ശക്തമായ ശരീരം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷനാണ്. അതിനാണ് ഈ അധ്യായത്തിൽ വ്യക്തമായി പറയുന്നത്, എ സൗണ്ട് മൈൻഡ് ഇൻ ആക്റ്റീവ് മൈൻഡ് യൂത്ത്ഫുൾ ബോഡി എന്നാണ് ആ ചാപ്റ്ററിൽ പറയുന്നത്. എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. എന്നിട്ട് ഞാൻ ആ സെന്റൻസ് ഒന്ന് വായിക്കാം, മലയാളീകരിച്ച് തരാം. നമ്മളിങ്ങനെ പഠിക്കല്ലേ, തിരക്കൊന്നുമില്ല.
ഇറ്റ് റിമൈൻഡ്സ് us that both mind and body are important. നമ്മൾ എന്താ ബോധിപ്പിക്കുന്നത്? മനസ്സും, തൽക്കാലം മനസ്സെന്ന് തന്നെ വിചാരിച്ചോളൂ, ന്യൂറോ സയൻസ് ഒക്കെ അവിടെ മാറ്റും. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും പ്രധാനമാണ്. ആൻഡ് ദാറ്റ് ദ ഹെൽത്ത് ഓഫ് വൺ ഈസ് കണക്റ്റഡ് ടു ദാറ്റ് ഓഫ് ദ അതർ. അത് നമുക്ക് അനുഭവമല്ലേ? നമുക്ക് പനി വന്നു, നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവോ? ഇല്ല, ഉണ്ടാവില്ലോ, ഉണ്ടാവില്ല. അങ്ങനെ പനിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് പ്രിയപ്പെട്ട കുട്ടിച്ചേട്ടൻ എന്നെ കാണാൻ വരുന്നത്. കുട്ടിച്ചേട്ടൻ എന്നെ കാണാൻ വരുമ്പോ ഞാൻ എഴുതേക്കും. അപ്പൊ എന്റെ മനസ്സിന് ഭയങ്കര സന്തോഷമായി, എന്റെ പനി പോകും. റിവേഴ്സ് റിവേഴ്സ്. അതായത് മനസ്സ് സ്ട്രോങ് ആകുമ്പോ ഫിസിക്കൽ പ്രോബ്ലം വരുമ്പോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 1988 86 88 ആ കാലഘട്ടത്തില് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കോളേജിൽ പോയ സമയത്ത് നല്ല പനി വന്നു, പൈനൂർ കോളേജിൽ. അപ്പോ എന്റെ ഒരു സുഹൃത്ത് പറയണ, നമുക്കൊരു കാര്യം ചെയ്യാം, ഏതായാലും പോകുമ്പോ ഒരു സിനിമ വന്നിട്ടുണ്ട്, നാടോടിക്കാറ്റ് സിനിമേന്റെ പേര്, അത് കാണാം. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ പോയി നാടോടിക്കാറ്റത്തിലെ സിനിമ കണ്ടു. അത് കഴിഞ്ഞിറങ്ങിയപ്പോ എന്റെ അസുഖം പോയി. കാരണം അന്ന് അത്രയും ചിരിച്ചൊരു സിനിമയായിരുന്നു നാടോടിക്കാറ്റ്. അതുകൊണ്ട് ഇറ്റ് ഈസ് ബോത്ത് കണക്റ്റഡ്. അത് നമുക്ക് ബോധ്യം ഉണ്ടാവും. അവിടെ അസുഖവും അല്ലെ സൗണ്ട് ഇത് കണക്റ്റഡ് ആണ്. ഇറ്റ് ഹാസ് ബീൻ ഷോൺ ദാറ്റ് മെയിൻറ്റെയിനിങ് ആൻ ആക്റ്റീവ് അഡാപ്റ്റബിൾ മൈൻഡ് ഈസ് വൺ ഓഫ് ദ കീ ഫാക്ടേഴ്സ് ഇൻ സ്റ്റേയിങ് യങ്. അപ്പൊ ഇവിടെ തുടങ്ങുന്നത് എവിടെയാണ്? ഇക്കിഗായ്. ഇക്കിഗായ് എന്ന പുസ്തകത്തെ കുറിച്ചാണ് പറയുന്നത്. ഇക്കിഗായ് എന്ന വാക്കിന്റെ അർത്ഥം പുസ്തകത്തിന്റെ അർത്ഥമല്ല, നിങ്ങളുടെ ഇക്കിഗായ്. നമുക്ക് സന്തോഷം ഉണ്ടാവുകയാണ്. അപ്പൊ കണ്ടെത്തിയത് ശാരീരികമായ സുഖത്തെക്കാൾ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ മാനസികമായ അവസ്ഥ സ്റ്റേബിൾ ആകുന്നു, നിങ്ങൾ രോഗിയാവുന്നില്ല. ഇന്നത്തെ സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്ന വാക്കുണ്ടായിട്ടുണ്ട് അടുത്ത കാലത്ത്. ഇമോഷണലി ഇൻഡ്യൂസ്ഡ് ഇൽനെസ് ഞാൻ ആദ്യത്തെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്, മാജിക് ഓഫ് തിങ്കിങ്ങിൽ. നമ്മുടെ 99% അസുഖങ്ങളും മനസ്സിലാണെന്ന് കണ്ടെത്തി, അല്ലെങ്കിൽ ന്യൂറോൺസിലാണെന്ന് കണ്ടെത്തി, അതിനെ മാറ്റത്തക്ക വിധത്തിൽ റീജനറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഡെവലപ്മെന്റുകൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ആശുപത്രികളുടെ മുഖം മാറുന്നു, ഡോക്ടേഴ്സിന്റെ ഡ്രസ് കോഡ് മാറുന്നു, രോഗിയുടെ ഒന്നിച്ച് ഡാൻസ് കളിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവുന്നു. ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതായത് മാനസിക സന്തോഷത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശാരീരിക അസുഖങ്ങളെ പോലും ട്രീറ്റ് ചെയ്യുന്ന വിധത്തിൽ നമ്മുടെ വൈദ്യരംഗം അഡ്വാൻസ്ഡ് ആയിരിക്കാം. അപ്പോഴാണ് നേരത്തെ ഞെട്ടിപ്പിക്കുന്ന കണക്ക്, നമ്മുടെ കുട്ടികൾ ഡിപ്രഷനിലാണ്, നിരാശയിലാണ്. ഡിപ്രഷനിലായി കഴിഞ്ഞാൽ 3-4 സ്റ്റേജ് ഉണ്ട്, സൈക്കോളജിസ്റ്റിൽ നിന്ന് അറിയാൻ പറ്റും. ആ സ്റ്റേജുകൾ ഓരോന്നും കടന്ന പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ജീവക്ഷവങ്ങൾ. അങ്ങനെ ആവണോ? വേണ്ട, നമുക്കതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. വീണ്ടും ആക്റ്റീവ് മൈൻഡ്, യൂത്ത്ഫുൾ ബോഡി. അപ്പൊ ഈ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ എന്താ വേണ്ടേ? ഹാവിംഗ് എ യൂത്ത്ഫുൾ മൈൻഡ് ഓൾസോ ഡ്രൈവ്സ് യു ടുവാർഡ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ദാറ്റ് വിൽ സ്ലോ ദ ഏജിങ് പ്രോസസ്. ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ ഏജിങ് എന്ന് പറയുന്ന ഈ പ്രോസസ്സിനെ ഇല്ലാതാക്കുന്നത്. അതാണ് ഈ 5 ബ്ലൂ സോൺസിലും. ഇത് ശാസ്ത്രീയ പഠനം കേട്ടോ. ഇത് ഒരാളിങ്ങനെ പ്രിഡിക്റ്റ് ചെയ്ത കാര്യമല്ല. അവരുടെ മുഴുവൻ കാര്യങ്ങളും പഠിച്ച് അവരുടെ കൂടെ താമസിച്ച്, ഓതേഴ്സ് തന്നെ ഒരുപാട് താമസിച്ചിട്ടും ഇപ്പോഴും ജർമ്മനിയിൽ നിന്നും അഡ്വാൻസ് കൺട്രീസിൽ നിന്നും ആൾക്കാർ ഈ ഇക്കിഗായ് ഈ പുസ്തകം വായിച്ച ശേഷം ഒക്കിനാവ ദ്വീപുകൾ ഇപ്പോഴുണ്ട്. ഒരുപക്ഷെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അത്തരത്തിലുള്ള ഒരു സങ്കല്പമാണ് ഒരു ഡിജിറ്റൽ ലോകത്തിലൂടെ നമുക്കൊരു ഇക്കിഗായ് എന്ന പുസ്തകം പ്രചോദിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു ഒക്കിനാവൻ ദ്വീപ് ഉണ്ടാക്കാനാണ് യാനം ശ്രമിക്കുന്നത്. അതായത് വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ചിന്തകളിൽ, വിവിധ സാമ്പത്തിക അവസ്ഥയിൽ ഉള്ള ഒരു ബന്ധവുമില്ലാത്ത, ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു കൂട്ടായ്മയിലൂടെ പുതിയ ഒരു ബ്ലൂ സോൺ നമ്മൾ ഉണ്ടാക്കുകയാണ്, എ ഡിജിറ്റൽ ബ്ലൂ സോൺ. ഇടയ്ക്ക് നമ്മൾ ഒന്നു ചേരുന്നു, ഒന്നിച്ച് സന്തോഷിക്കുന്നു. ഇത് കൃത്യമായും ഇവിടെ വരേണ്ടതാണ്. ഈ അടുത്ത കാലത്ത് ഒരു പുതിയ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. അപ്പൊ എനിക്ക് വേണ്ടപ്പെട്ട ഒരു അധ്യാപകൻ അവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റായി. സ്ഥലം ഞാൻ പറയുന്നില്ല, അത് തൽക്കാലം ഞാൻ അനൗൺസ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഒക്കിനാവൻ വില്ലേജ് ഉണ്ടാക്കിക്കൂടാ? അദ്ദേഹത്തിന് അത് വലിയ പിടുത്തം കിട്ടിയില്ല. പക്ഷെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, നോക്കാം.
പരസ്പരം സ്നേഹിക്കുന്ന, ദുഷ്ടതയും അസൂയയും പോലും ഇല്ലാത്ത, പരസ്പരം ആൾക്കാരെ സഹായിക്കുന്ന ഒക്കിനാവൻ ജനതയുടെ ഒരു പുനരാവിഷ്കാരം. ഇവിടെ കൃത്യമായി അത് പറയുന്നുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് പ്രശ്നം. അതിലൊന്ന്, ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾക്ക് ഫിസിക്കൽ എക്സസൈസ് ഇല്ല. നമ്മൾ എക്സസൈസ് എന്ന് പറയുന്ന വാക്ക് അറിയാലോ. അതെന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിനെ ബാധിക്കും, നമ്മുടെ മൂഡിനെ ബാധിക്കും. അതേപോലെ തന്നെ മെന്റൽ എക്സസൈസും നമുക്കില്ലെങ്കിൽ നമ്മുടെ ന്യൂറോൺസിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. ന്യൂറൽ കണക്ഷൻസ് എന്നാണ് ഇതിൽ പറയുന്നത്. ഈ പുസ്തകത്തിൽ പറയുന്ന വാക്കാട്ടോ ഇത്. കാരണം ഇത് കുറെ ന്യൂറോ സയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത 90-ന് ശേഷമാണല്ലോ ന്യൂറോ സയൻസ് വന്നത്. ന്യൂറോൺസ് ആൻഡ് ന്യൂറൽ കണക്ഷൻസ് ടു ഡിറ്റീരിയേറ്റ്, അതിനെ കുറഞ്ഞു വരുന്നു. ആൻഡ് ആസ് എ റിസൾട്ട് റെഡ്യൂസസ് അവർ എബിലിറ്റി ടു റിയാക്ട് ടു അവർ സറൗണ്ടിങ്സ്. അതുകൊണ്ട് എന്താ ഇവിടെ പറയുന്നത്? ഒരു ബ്രെയിൻ വർക്കൗട്ട്. അത് വർക്കൗട്ട് പറഞ്ഞാൽ ഫിസിക്കൽ, നമ്മളിപ്പോ ജിമ്മിലൊക്കെ പോയി ചെയ്തില്ലേ, അതേപോലെ നമ്മുടെ തലച്ചോറിന് ഒരു വർക്കൗട്ട് കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇക്കിഗായ് എന്ന പുസ്തകത്തിൽ ആദ്യ അധ്യായത്തിൽ നമ്മോട് പറയുന്നത്. അതെങ്ങനെയെന്ന് നോക്കാം. അതിന് കണക്കായ ഒരു ന്യൂറോ സയന്റിസ്റ്റിന്റെ പഠനമാണ്. ഒരു ഇസ്രായേലി ന്യൂറോ സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഷൊലോമോ ബ്രെൻസിൻസ് എന്നാണ്. പേരെല്ലാം അവിടെ നിൽക്കട്ടെ. അദ്ദേഹം പറയുന്നത് ബ്രെയിൻ ഒരുതരം സ്റ്റിമുലേഷൻ ആവശ്യമുണ്ട്, ഒരു ട്രിഗർ ആവശ്യമുണ്ട്. അതിനനുസരിച്ച് അതിന്റെ ഷേപ്പ് മാറും. ഒരു സ്പാനിഷ് ടെലിവിഷന്റെ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ആ അഭിമുഖമൊക്കെ ആ പുസ്തകത്തിലുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്താണെന്ന് ഒരു ന്യൂറോ സയൻസ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്രഭാത ക്ലാസ്സുകളിൽ വരുന്നവർക്ക് ഇതൊരു ആവർത്തനമാകാം. എങ്കിലും പുതുതായ ആൾക്കാരുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞത്. കാരണം നമ്മുടെ ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു ടേക്ക് ഔട്ട് കിട്ടാതെ വെറുതെ ഉറങ്ങി പോകുന്നതിൽ കഥയില്ലല്ലോ. അതായത് എന്താ ഇവിടെ പറഞ്ഞു വന്നത്? നമ്മുടെ ലോഞ്ചിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ദീർഘായുസ് നിർണ്ണയിക്കുന്നത് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ മാത്രമല്ല, നമ്മുടെ മാനസിക പ്രവർത്തനമാണ്. ഇപ്പൊ ആധുനിക ന്യൂറോ സയൻസ് പ്രകാരം അതിലേക്ക് വന്നിട്ടുണ്ട്. മനസ്സെന്നല്ല, നമ്മുടെ ന്യൂറോൺസ്, നമ്മുടെ തലച്ചോറ് 80 ബില്യൺ ന്യൂറോൺസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ പറയട്ടെ. നമ്മുടെ ഭൂമിയെ, നമ്മുടെ ഒരാളുടെ തലച്ചോറ് എടുത്തിട്ട് അതിനെ ന്യൂറോൺസ് ഒക്കെ നേരെ 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 ഒരു കയറ് കെട്ടുന്നത് പോലെ കെട്ടിയാൽ ഭൂമിയുടെ 2 പ്രാവശ്യം ചുറ്റത്തക്ക വിധത്തിലുള്ള അത്രയും വിപുലമായ ന്യൂറോൺസിന്റെ ഒരു 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 കൂടിച്ചേരലാണ് നമ്മുടെ ഓരോ തലച്ചോറും എന്ന് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക. ആ ശക്തമായ ന്യൂറോൺസിൽ നിങ്ങൾ കൊടുക്കുന്ന ചിന്തകളും നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള വികാരങ്ങളും ആ ന്യൂറോൺസിന് ഓരോ കണക്ഷൻസ് ഉണ്ടാക്കി അതിന്റെ പാറ്റേൺ മാറ്റുന്നു എന്നാണ് ഈ പുസ്തകത്തിൽ ഈ സയന്റിസ്റ്റ് പറയുന്നത്. ഏത്? ഈ ന്യൂറോ സയന്റിസ്റ്റ്, നമ്മളെ ഇറ്റാലിയൻ ന്യൂറോ സയന്റിസ്റ്റ് പറയുന്നത് ഇതന്നെയാണ് നമ്മളൊക്കെ പറയുന്നത്. ഇപ്പോൾ 8 മണിക്ക് നിങ്ങൾ കയറുന്നു, 8:35 നിങ്ങളുടെ ബ്രെയിനിലൂടെ കടന്നു പോകുന്ന വിവരങ്ങൾ, ഇൻഫർമേഷൻ കേട്ടതായിരിക്കാം, ആദ്യമായി കേൾക്കുന്നതായിരിക്കാം. അതൊക്കെ അവിടെ ഒരു രൂപവൽക്കരണം നടത്തുന്നുണ്ട്. അത് നിങ്ങളുടെ നോർമൽ ഫോർമേഷനെ മാറ്റുന്നുണ്ട്. അങ്ങനെ ആ ന്യൂറൽ ഫോർമേഷൻ നമ്മുടെ ആരോഗ്യവുമായി ഗുണം ചെയ്യുന്ന, നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ ആരോഗ്യമായ ജീവിത ശൈലിയിലേക്ക് ആ ന്യൂറോൺസിനെ ഒന്ന് മാറ്റിയാൽ, that is called Okinawan psychology. അതുകൊണ്ടാണ് ഞാൻ പ്രേക്ഷകരോട് പറയുന്നത്, എന്നെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, മന ഏവ മനുഷ്യാണ്, മനസ്സാണ് മനുഷ്യൻ എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്നത്തെ പുരാതന ഋഷി പറഞ്ഞു. മന ഏവ മനുഷ്യാണാം, മനുഷ്യരുടെ, മനുഷ്യാണാം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ സംസ്കൃതമാണ്, മനസ്സാണല്ല. അതുകൊണ്ടാണ് ഹനുമാനെ കുറിച്ചൊക്കെ പറയാം, മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം എന്നൊക്കെ പറഞ്ഞത്. അവിടെയും മനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇത് ഒരു ഒക്കിനാവൻ കോൺസെപ്റ്റ് അല്ല. അതായത് ഭാരത ഇന്ത്യയെ കുറിച്ചും പറയാൻ പറ്റില്ല. ലോകം മുഴുവനും ഒരു തലമുറയുടെ ചിന്താ പദ്ധതിയിൽ ഉണ്ടായ ഒന്നാണ്. എന്തോ ഒന്ന് എനിക്കുണ്ട്, അതെന്റെ മനസ്സാണ്. അതുകൊണ്ടാ പറഞ്ഞത്, ഇന്ന് എനിക്കൊട്ടും മനസ്സുഖമില്ല. വയലാറിന്റെ കവിതയിൽ പറയുന്ന പോലെ, ആത്മാവിലൊരു ചിതയിൽ, ഇന്നെനിക്കൊട്ടും മനസ്സുഖമില്ല, എന്റെ ചന്ദനപ്പമ്പരമെങ്ങോ കളഞ്ഞു പോയി. അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലും അങ്ങ് നിശബ്ദമായ
മനോഹരമായ ആ കവിതയിൽ ഇന്നെനിക്കൊട്ടും മനസ്സുഖമില്ല. ഞാൻ പ്രേക്ഷകരോട് ചോദിക്കട്ടെ, ഈ 64 പേര്, ഞാൻ ഒഴികെ 65 പേരിൽ നിങ്ങൾക്ക് ഇന്ന് മനസ്സുഖമുണ്ടോ? ഈ 8 മണിയാകുമ്പോഴേക്കും മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന എന്തൊക്കെയോ കഴിഞ്ഞില്ലേ? ഇന്ന് ഒരു സ്വസ്ഥത ദിവസമായത് കൊണ്ട് റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഇന്നൊരു മനസ്വസ്ഥതയിൽ വീട്ടിലിരുന്ന ഒട്ടനവധി ആൾക്കാർക്ക് എനിക്ക് സന്തോഷം തോന്നുന്നു. ഞാനും എൻ്റെ വീട്ടിൽ ഇന്ന് അച്ഛനമ്മമാർ ഒന്നിച്ച് സംസാരിക്കുന്നത് സ്കൂളിൽ പോകാത്ത മക്കൾ കാണുന്നു. സന്തോഷം. ഞായറാഴ്ചകൾ അത് കിട്ടില്ല. ഞായറാഴ്ച കല്യാണം, തന്റെ മക്കളെ നോക്കാതെ കല്യാണത്തിന് പോകേണ്ടി വരുന്നു. ഇന്ന് കല്യാണങ്ങൾ നടക്കില്ല. അതുകൊണ്ട് എല്ലാ മുന്നണികളും മാസത്തിൽ ഇത്തരത്തിലുള്ള ഒരു കലാപരിപാടി ചെയ്യുകയാണെങ്കിൽ ആരോഗ്യം വർദ്ധിക്കുന്നതാണ് ഞാൻ പറയുന്നത്. സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടാവും, പക്ഷെ ആരോഗ്യം വർദ്ധിക്കും. ഞാൻ അതുകൊണ്ട് ഇതിനൊന്നും പ്രചോദിപ്പിക്കുന്ന ആളായിട്ട് എന്നെ തെറ്റിദ്ധരിക്കല്ല. ഞാൻ പറഞ്ഞ പോയിന്റ് ആണ്, മനയേവ മനുഷ്യ. ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വീണ്ടും വരികയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അവര് പുസ്തകമുണ്ട്, മാക്സിമം ബ്രെയിൻ പവർ എന്നൊരു പുസ്തകമുണ്ട്. കോളിൻ സെമിംഗ്വേ ആൻഡ് ഷെർലോക്ക്, നേരത്തെ പറഞ്ഞ സയന്റിസ്റ്റുകൾ രണ്ടുപേരും എഴുതിയ പുസ്തകമാണ് മാക്സിമം ബ്രെയിൻ പവർ. നമ്മുടെ ബുദ്ധിയുടെ, മനസ്സിനല്ല, ബുദ്ധിയുടെ ഏറ്റവും വലിയ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ചാലഞ്ചിങ് ദ ബ്രെയിൻ ഫോർ ഹെൽത്ത് ആൻഡ് വിസ്ഡം, ആരോഗ്യവും അറിവും ഉണ്ടാക്കാൻ നമുക്ക് എങ്ങനെയാണ് ബ്രെയിനിനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്ന മെന്റൽ ട്രെയിനിങ്ങിനെ കുറിച്ചാണ്. ഇതിൽ പറയുന്ന ഒരു വാക്യം ശ്രദ്ധിച്ചോളൂ. അതൊക്കെ ഇക്കിഗായ് എന്ന പുസ്തകത്തിലുള്ളത് ഞാൻ അതുപോലെ പറഞ്ഞുതരാം കേട്ടോ. യു ബിഗിൻ എക്സസൈസിങ് യുവർ ബ്രെയിൻ. നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ ഒരു എക്സസൈസ് ചെയ്യുന്നു, ഒരു വ്യായാമം കൊടുക്കുന്നു. അത്ര എളുപ്പമല്ലല്ലോ. എ സർട്ടൻ ടാസ്ക് ഫോർ ദ ഫസ്റ്റ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, എങ്ങനെയാ ബ്രെയിനിന് വർക്ക് കൊടുക്കുക, എന്തെങ്കിലും ഒരു പണിയെടുക്കണം. ഇപ്പൊ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ബ്രെയിൻ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പൊ എന്റെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അതുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് എന്റെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ചാലഞ്ച് കൊടുക്കണം. യു ബിഗിൻ എക്സസൈസിങ് യുവർ ബ്രെയിൻ ബൈ ഡൂയിങ് എ സർട്ടൻ ടാസ്ക് ഫോർ ദ ഫസ്റ്റ് ടൈം. ഹി റൈറ്റ്സ് ആൻഡ് അറ്റ് ഫസ്റ്റ് ഇറ്റ് സീംസ് വെരി ഡിഫിക്കൽട്ട്. നമുക്ക് വലിയ ഇഷ്ടമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്നറിയോ? നിങ്ങളുടെ ബ്രെയിനിനെ രാവിലത്തെ ക്ലാസ്സിൽ വരുന്നവരെ വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാത്തവർക്ക് എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മതി. ഇപ്പൊ എല്ലാ വ്യാഴാഴ്ച വരുന്നവർക്കില്ല കുഴപ്പം എന്താ? അവർക്ക് ഇത് വരാതിരിക്കാൻ പറ്റില്ല. ആരെങ്കിലും നിർബന്ധിച്ചൊരു ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ പറയും എന്ത് ലിങ്ക്, ഇനി ഇത് പഠിച്ചിട്ട് വേണ്ട കാര്യം. അതുകൊണ്ടാണ് ഓരോ ആഴ്ചയും നമ്മുടെ പ്രേക്ഷകരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വലിയ സന്തോഷമായി. കാരണം താല്പര്യം വന്നാൽ മതി, ഇനിയും കുറയും. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് മനുഷ്യന്റെ കുഴപ്പം. പുതിയത് പഠിക്കാൻ നമുക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് നല്ല, എനിക്കും ഇഷ്ടമല്ല. നമ്മുടെ ബ്രെയിനിന് പുതിയ ഒരു പരിപാടി, അതായത് രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ സ്ഥിരം എന്റെ ട്രെയിനിങ്ങിൽ പറഞ്ഞിട്ടുണ്ടാവും, വലത്തെ കൈ കൊണ്ട് പല്ലിയേക്കാനാണ് ഇഷ്ടം, ഇടത്തെ കൈ കൊണ്ടല്ല. പല്ലിയേക്കാനേ ഇഷ്ടമല്ല. ആ അമ്മ കഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ പല്ലിയേപ്പിച്ചതാണ് ആദ്യത്തെ മിസ്റ്റേക്ക്. അമ്മമാർക്കറിയാം, മെനക്കെട്ട് ബ്രഷൊക്കെ കൊടുത്ത് ഇവനെ പഠിപ്പിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് പല്ലിയേക്കാതിരിക്കാൻ പറ്റില്ല. ബ്രെയിൻ, ഞാൻ പറയട്ടെ, 1.5 ആഴ്ച ഒന്ന് പല്ല് വെച്ചിട്ട് ഒരു കുഴപ്പം വരില്ല. അങ്ങനത്തെ പൊട്ടിപ്പോന്ന സാധനം പല്ല് തേക്കുന്നതാണ് വേണം. പക്ഷെ വലിയേക്കാതെ പുറത്തിറങ്ങണം. സ്ഥിരം കുളിച്ചിട്ട് പുറത്തേക്ക് പോകുന്ന ഒരാൾക്ക് ഒരു ദിവസം കുളിച്ചിട്ടില്ലെങ്കിൽ പുറത്തു പോകാൻ പറ്റില്ല. ബ്രെയിൻ എന്താ? ആ കുളിക്കുക എന്ന പ്രോസസ്സാണ് ന്യൂറൽ പാത്വേ. വേറെ വാക്കാണ് ന്യൂറൽ കണക്ഷൻസ് എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ന്യൂറൽ പാത്വേ അതായി മാറി. ഇനി ഒരു ദിവസം കുളിച്ചില്ലെങ്കിലോ? ഈ ചിലവർക്ക് ഉറങ്ങുന്ന സമയത്ത് കൈകാലുകൾ കഴുകി വൃത്തിയാക്കാതെ ഉറങ്ങാൻ പറ്റില്ല. ചിലവർക്ക് അവർക്ക് വലിയ ബുദ്ധിമുട്ടാവും. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയാൽ വെള്ളം കിട്ടൂല. ആ സമയത്ത് ഇവർക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇതൊന്നും ഇല്ലാത്തൊരു വിഭാഗം ഉണ്ട്. ഇവിടെ ഇല്ല പോലെ കുറെ ആൾക്കാർ, പട്ടാളക്കാർ. ഇവർ ഏത് സാഹചര്യത്തിലും ജീവിക്കും. അപ്പൊ ഇതിനർത്ഥം നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റുന്നല്ലേ? പല കമാൻഡോസിന്റെ ട്രെയിനിങ്ങിലൊക്കെ ഞാൻ പോയപ്പോ എനിക്ക് മനസ്സിലായിട്ട് വി കൻ ചേഞ്ച്. അവിടെ അതാണ് ഇക്കിഗായ് പറയുന്നത്, ഈ പുസ്തകത്തിൽ പറയുന്നത്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ന്യൂറോ പാത്വേ അല്ലെങ്കിൽ ന്യൂറോൺസിന്റെ ആ പ്രോസസ് ചെയ്യുന്ന ആ ഒരു കൂട്ടം ന്യൂറോൺസിനെ മാറ്റാൻ അത്ര എളുപ്പമല്ല. ബ്രെയിൻ സമ്മതിക്കില്ല. എന്താ? ഊർജം വേണം.
എന്താ സമ്മതിക്കാത്തതെന്നറിയോ? ദുഷ്ടത കൊണ്ടൊന്നല്ല, ഇതിനൊക്കെ ഊർജ്ജം വേണം. അതിന് ബ്രെയിൻ പറയും, രമേശ ഇവിടെ എന്തിന്റെ ആവശ്യം, എന്തിക്കായി. നേരെ മറിച്ച് സ്ഥിരമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഴപ്പം എന്താ? ഇതേ ബ്രെയിൻ പറയും, രമേശ എന്താ എടുക്കാത്ത ക്ലാസ്, എടുക്കൂ, എന്താ എടുക്കാത്ത, കംഫർട്ട് സോൺ. റൈറ്റ്. ഇവിടെയാണ് ഈ പുസ്തകത്തിൽ പറയുന്ന ഇതിന് നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ, എന്റെ ഉദാഹരണം എടുക്കാനല്ല, നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. നിങ്ങളുടെ ബ്രെയിൻ പവർ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? എന്ത് തുടങ്ങും ഇല്ല. അതുകൊണ്ടാണ് മലയാളത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വരി, കാര്യം തുടങ്ങി വെക്കായ ബുദ്ധി തന്നെ അതേ ലക്ഷണം. ആരെഴുതിയെന്നറിയില്ല. തുടങ്ങിയാൽ നിർത്തായിക അതിന് മറ്റൊരു ലക്ഷണം. തീർന്ന്. ന്യൂറോ സയൻസിന്റെ പഠനം അവിടെ അവസാനിച്ചു. അത് പഠിച്ചൂടെ മലയാളത്തില്? കാര്യം തുടങ്ങിയ, എന്നെ ഗുരുനാഥൻ പഠിപ്പിച്ചതാ. കാര്യം തുടങ്ങി വെക്കായിക ബുദ്ധി തന്നെ ആദ്യ ലക്ഷണം, തുടങ്ങിയാൽ നിർത്തായിക ബുദ്ധി തൻ മറ്റു ലക്ഷണം. അങ്ങനത്തെ ഒരു വരിയാണ്. തുടങ്ങിയാൽ നിർത്തൂല, പുതിയത് തുടങ്ങൂല. ഇതിൽ എത്ര പേര് പുസ്തകം വായന തുടങ്ങിയെന്ന് എനിക്കറിയില്ല. പുസ്തകം എല്ലാം വാങ്ങിക്കും. പുസ്തകത്തിനൊക്കെ പേരുണ്ട്, സെൽഫ് ഡെവലപ്മെന്റ് പുസ്തകങ്ങൾ, സ്വയം പ്രചോദിത പുസ്തകങ്ങൾ. എന്നിട്ട് അത് ഷെൽഫിൽ കൊണ്ടുവെക്കും. എന്നിട്ട് ഷെൽഫ് ഡെവലപ്മെന്റ് പുസ്തകമൊക്കെ മാറ്റും. അങ്ങനെ പറയും. വീട്ടിൽ പോകുമ്പോൾ കാണാം നിരയായി കിടക്കും പുസ്തകങ്ങൾ. ഇടക്കൊന്ന് നോക്കി പൊടിയൊക്കെ തട്ടി അവിടെ വെക്കുന്നവരുണ്ട്. ഈ അടുത്തയാൾ എന്റെ ഒരു സുഹൃത്ത് പറയും, സ്റ്റാർ കിട്ടി, ഞാൻ ചെന്ത് കിട്ടി, ഇക്കിഗായി കിട്ടി, അതെന്റെ ഷെൽഫിൽ ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ദ പാസ്റ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, അപ്പൊ ഈ പുസ്തകത്തിലേക്ക് പോവാണ് നമ്മളെ ഇക്കിഗായില്. അതൊരു പ്രധാനമാണ്. അടുത്തത്, അവർ ന്യൂറോൺസ് സ്റ്റാർട്ട് ടു ഏജ് വൈൽ വി ആർ സ്റ്റിൽ ഇൻ അവർ 20s. 20 വയസ്സ് കഴിയുമ്പോൾ തന്നെ ന്യൂറോൺസ് പ്രായമാവാൻ തുടങ്ങും. അത് നിങ്ങളോട് ചോദിക്കൊന്നുമില്ല. ബട്ട് ദിസ് പ്രോസസ് ഈസ് സ്ലോഡ്. അതെങ്ങനെ ആ സ്പീഡ് കുറക്കുന്നതാണ് ഇപ്പൊ നമ്മുടെ പഠനം പറയുന്നത്. അത് എങ്ങനെയൊക്കെ ചെയ്യാം? ഒന്ന്, ഇന്റലക്ച്വൽ ആക്ടിവിറ്റി, എന്തെങ്കിലും ബുദ്ധിപരമായ കണക്ക്. പണ്ടൊക്കെ നമ്മുടെ സ്കൂളില് ക്ലാസ്സുകളിലെ ഗുണഘോഷ്ടം അല്ലെ, എഞ്ചുവടികൾ, 1 2 2 2 4 3 2 6 ഇതൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല, മാഷൊന്നും ഇഷ്ടമല്ല, എന്നാലും ചൊല്ലിക്കൊള്ളി. അത് നമ്മുടെ ഇന്റലക്ച്വൽ ആക്ടിവിറ്റി. ഇന്നത്തെ കുട്ടികൾക്ക് അതില്ല. You can connect with the mobile phone. That has gone. Intellectual activity. Curiosity. പഠിക്കാനുള്ളൊരു താല്പര്യം നമുക്കതുണ്ട്. അത് വേണ്ടതില്ല, നല്ല കുഴപ്പമില്ല. ക്യൂരിയോസിറ്റി ആൻഡ് എ ഡിസയർ ടു ലേൺ. ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം. എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ ബ്രെയിനിന് കൊടുക്കേണ്ട എക്സസൈസ്? ഒന്ന്, എന്തെങ്കിലും ഒരു ബുദ്ധിപരമായ കാര്യം, ചിത്രം വരക്കാം, അല്ലെങ്കിൽ കണക്കുകൾ കൂട്ടാം, പസിൽസ്. മറ്റൊന്ന് ക്യൂരിയോസിറ്റി, പുതിയ പഠിക്കാനുള്ള താല്പര്യം. അതിന് പഠിക്കാൻ മാത്രമല്ല, യാത്രകൾ ചെയ്യാനുള്ള താല്പര്യം, ക്യൂരിയോസിറ്റി. ഞാൻ ഇന്നൊരു പുതിയ സ്ഥലം പോകും. ഇപ്പൊ നാളെ ഐ എം ട്രാവലിംഗ് ഇൻ ദ മോർണിംഗ് ടു വയനാട്, ടു എക്സ്പ്ലോർ വയനാട്. അപ്പൊ അങ്ങോട്ട് പോകും, അവിടെ ട്രെയിനിങ്. അപ്പൊ പുതിയ ഒരുപാട് തവണ വയനാട് പോയി, പക്ഷെ പുതിയ അനുഭവങ്ങൾ. അതൊരു കാര്യം. രണ്ടാമത്തെ, ഡിസയർ ടു ലേൺ, പഠിക്കാനുള്ള താല്പര്യം. ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ, എനിക്ക് പറയുന്നത്, യു ആർ സക്സസ്. ഡിസയർ ടു ലേൺ, പഠിക്കാൻ. ഡീലിംഗ് വിത്ത് ന്യൂ സിറ്റുവേഷൻസ്. പുതിയൊരു സാഹചര്യം വന്നു. ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിൽ കൊണ്ടുപോകുന്നു. ആ സമയത്ത് അവിടുത്തെ സിറ്റുവേഷൻ ആ സ്ത്രീക്ക് വലിയ പ്രശ്നമായിരിക്കും ആദ്യം. പിന്നെയോ വർഷങ്ങൾ കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് വരാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇവര് ന്യൂറോ പാത്വേ അങ്ങോട്ട് പോയി. അതാണ് എന്റെ വിഷയം. ബട്ട് സിംപ്ലി ഇൻട്രസ്റ്റിംഗ്, സോറി, ഇതാണ് ഒരു പ്രധാന കാര്യം. പിന്നെ ലേണിംഗ് വിത്ത് സംതിങ് ന്യൂ എവറി ഡേ. ഓരോ ദിവസവും ഒരു പുതിയ കാര്യം പഠിക്കും. അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട വിഷയത്തിലായിരിക്കണം. പ്ലേയിങ് ഗെയിംസ് കളിക്കാന്ന് പറഞ്ഞാൽ ഒരു തോന്നിയ ദിവസമല്ല ഞാൻ പറഞ്ഞു. അഡിക്ഷൻ ഗെയിംസ് അല്ലേ, മേ ബി ഷട്ടിൽ ഓർ ഫിസിക്കൽ ഗെയിംസ്. ആൻഡ് ഇനി മെന്റൽ ഗെയിംസും കുഴപ്പമൊന്നുമില്ല. ചിലർ ചെസ്സൊക്കെ ചെയ്യും. ആൻഡ് ഇന്ററാക്ടിങ് വിത്ത് അതർ പീപ്പിൾ, മറ്റുള്ളവരോട് വർത്താനം പറയാം. അതിന്ന് കുറഞ്ഞു പോയി. ബസ്സിൽ കയറി, ട്രെയിനിൽ കയറി, എവിടെയും മൊബൈൽ മാത്രം നോക്ക്, അടുത്ത ആരോട് മിണ്ടാറില്ല. അങ്ങനെ മിണ്ടിയാൽ തന്നെ മറ്റേ ദേഷ്യമാണ്. എന്റെ അനുഭവം പറയാൻ പറ്റും. ഞാൻ കരയിൽ ഇങ്ങനെ അത്യാവശ്യം സംസാരിക്കുന്ന ഒരാളാണ്. സീം ടു ബി എസെൻഷ്യൽ ആൻഡ് അതിൽ ഏറ്റവും ഇക്കിഗായി എന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം, ഒക്കിനാവൻ പീപ്പിളും 5 ബ്ലൂ സോൺസിലെ ആൾക്കാരും അവർ പരസ്പരം ദിവസവും മണിക്കൂറുകളോളം ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക്, എല്ലാത്തിനോടും വളരെ കാര്യമായിട്ട് ഒരു പോസിറ്റീവ് ചിന്ത ഉണ്ടാവണം. അപ്പൊ എന്തൊക്കെ പറഞ്ഞു, ഇതിൽ വലിയ ആരെ കാര്യമൊന്നല്ല ഞാൻ പറയുന്നത്. തൊട്ടടുത്ത അയൽവാസിയോട് മിണ്ടുന്നില്ല, ഫ്ലാറ്റുകാരനോട് മിണ്ടുന്നില്ല. ഒന്നുമില്ല, യാനത്തിൽ വന്ന പരസ്പരം രാവിലെ മിണ്ടിയും പറഞ്ഞു. നമ്മൾ ഇപ്പൊ ഒരു ഗുണം ചെയ്തിട്ട് കേട്ടോ, ഒരുപാട് ഗ്രൂപ്പ് ടൂറുകൾ പോകുന്നുണ്ട്.
ഇവിടെ നമുക്ക് തന്നെ ഞാനറിയാം പയ്യന്നൂരിൽ നിന്നൊക്കെ KSRTC ഒരുപാട് ടൂറാണ്, ഒരുപാട് ആൾക്കാർ സന്തോഷിക്കുന്നു. ദാറ്റ് വിൽ ചേഞ്ച്. അത് നിങ്ങളെ ഈ പറഞ്ഞ ആന്റി ഏജിങ്ങിന് ഗുണം ചെയ്യും. അപ്പൊ അതിൽ പറഞ്ഞ ഓരോ കാര്യവും വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ആൾക്കാരുടെ ഇടപെടൽ, പുതിയത് പഠിക്കൽ, ഇതിൽ ഏതാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്ത? ഒരു ദിവസം ഒരു കാര്യം പഠിച്ചൂടെ? ഇപ്പൊ എല്ലാ ദിവസവും ഞാൻ 3 വീഡിയോസ് എങ്കിലും കാണുന്നുണ്ട് ന്യൂറോ സയൻസ് ബേസ്ഡ്. കാരണം എന്റെ വിഷയം അതാണ്. ഇന്നലെ ഞാനൊരു ഉത്സവ സ്ഥലത്ത് പോയിട്ട് ഗാനമേള കണ്ടു, കേട്ടു, അടിപൊളി ഗാനം, ജോൾസ്. എന്തിനാ? ഐ എം എക്സൈറ്റഡ്, ഐ എം ഹാപ്പി. പുതിയൊരു അന്തരീക്ഷം വിത്ത് ഫാമിലി. അവിടെ ഒരു പിന്നെ എന്താ പറയുക, നമ്മുടെ വയൽ എന്ന് പറയും, അവിടെ എന്താ വാക്കെന്ന് ഉപയോഗിക്കാൻ നാട്ടുകാർ, അവിടെ കൃഷി എടുത്തിട്ട് അവിടെ കസേരകളൊന്നുമില്ല, നിലത്തെങ്കിലും ഇല്ല. ഞാൻ അവിടെ ഇരുന്നു, എനിക്കിഷ്ടമായി. ചിലവരവിടെ കിടന്ന് ഉരുളുന്നു, ചിലർ. സന്തോഷം. എനിക്കത് വലിയ കാര്യം. ഒരു ന്യൂ എക്സ്പീരിയൻസ്, ഗോ ഫോർ ന്യൂ എക്സ്പീരിയൻസസ്. ഒരു പുതിയ തലമുറക്ക് ഒരു ഗുണം കിട്ടണം. അവർ പണ്ടത്തെ പോലെ ചടങ്ങിയിരിക്കുന്നില്ല. അവർ യാത്രകളും ഒക്കെ അനുഭവിക്കുന്ന വിധത്തിൽ ജൻസി മാറിയെന്നാണ് പുതിയ മനോരമയിലേക്ക് വന്ന റിപ്പോർട്ട്സുകൾ കാണിക്കുന്നത്. അവരിപ്പോ കുറെയൊക്കെ മൊബൈൽ ഫോണൊക്കെ അടുത്ത് ഒഴിവാക്കിയിട്ട് അവര് ആൾക്കാരുടെ പാർട്ടികളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിലെല്ലാം പോസിറ്റീവായി എടുക്കരുത്, അത് ആവശ്യമാണ്. അപ്പൊ നിങ്ങളുടെ മെന്റൽ, അത് എപ്പോഴും പറഞ്ഞ ഫിസിക്കൽ എക്സസൈസിനേക്കാൾ എന്ത് വേണം? ഒന്നിച്ചുള്ള കൂട്ടായ്മ. ഇനി ഒന്നും നിങ്ങൾക്ക് പറ്റില്ലേ, ധ്യാനത്തിൽ വന്ന് ജോയിൻ ചെയ്യും, നിങ്ങൾക്ക് അതിന് മാറ്റം ഉണ്ടാവും, ഒരു സംശയം വേണ്ട. കുറെ പുതിയ ആൾക്കാരിലുണ്ട്, ഞാൻ പറയും 10-66 പേരുണ്ട്. ഇനി അടുത്തതാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് എന്ന് പറയുന്നത്, accused of killing longevity, സ്ട്രെസ് ആണ്. അപ്പൊ എന്താ പറഞ്ഞ? ഒന്ന്, എൻഗേജ് യുവർ ബ്രെയിൻ ആക്ടിവിറ്റീസ്. ചോദിക്കുന്നത് എന്താണ്? ഒരു പുസ്തകം വായിക്കുക, ഒരു വേർഡ് പഠിക്കുക, ഒരു വാക്ക് പുതിയത്, അത് ഏത് ഭാഷയിലാവും. ഇനി പുതിയ ഭാഷ പഠിക്കാം, എക്സലന്റ്. ഇന്ന് അതിനൊന്നും വലിയ പണിയില്ല, ഗോ ടു വെബ്സൈറ്റ്, വിൽ ഗെറ്റ് ഓൾ. ഇനി ഇല്ലേ, ഒരു പുതിയ സ്ഥലം, ഈ യാത്രാ വിവരങ്ങൾ മാഗസിൻസ് വായിക്കുക. ഇനി നിങ്ങൾക്ക് ഒരു പുതിയ കവിത ചൊല്ലാം. വ്യത്യാസമുണ്ട്. ഞാൻ പലപ്പോഴും വൈകുന്നേരങ്ങളിലൊക്കെ കവിതകൾ ചൊല്ലിയിട്ടാണ് ഉറങ്ങുന്നത്. എനിക്കിഷ്ടമാണ് കവിതകൾ, ലളിതഗാനങ്ങൾ കേട്ടിട്ടുള്ളൂ. നിങ്ങളുടെ പാഷൻ, നിങ്ങൾ ഇക്കിഗായാണ് കണ്ടെത്തുന്നത്. ഇതെന്തിനാ ഞാൻ പറയുന്നറിയോ? ഈ രമേശ് മാഷെ ഒന്നും ഹൈലൈറ്റ് ചെയ്യാനൊന്നല്ലേ, നിങ്ങളിൽ ഇക്കിഗായി എന്താ? ഗസൽ കേൾക്കുന്നവരുണ്ട്, അടിപൊളി പാട്ടുകൾ പാടുന്നവരുണ്ട്. ഡിപ്പെൻസ്. അതെല്ലാം മാറ്റുന്നത്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും മാറ്റിക്കൊണ്ടിരിക്കുന്ന ബ്രെയിനിന് ഗുണം ചെയ്യും, സമ്മതിക്കില്ല. അടുത്താണ് സ്ട്രെസ്. എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചത് എങ്ങനെയുണ്ട്? എന്ത് പറയാനാ സാറേ, ഒരു ടെൻഷനായിട്ട് ഒരു രക്ഷയില്ല. എത്ര പേരുണ്ട് ഇവിടെ? 66 പേര്, ഞാനടക്കം. ഇന്ന് എപ്പോഴെങ്കിലും സമ്മർദ്ദങ്ങളില്ലാത്തവരാരുമില്ല. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാണ് സ്ട്രെസ്സിനെ കുറിച്ചിട്ട്. സ്ട്രെസ് മാനേജ്മെന്റ് ഇന്ന് വലിയൊരു ടോപ്പിക്കാണ്. കോർപ്പറേറ്റ് ലെവലിൽ പല ട്രെയിനിങ്ങുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വിവിധ മേഖലകളിൽ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അസ്വസ്ഥരായ ഉദ്യോഗസ്ഥർക്ക് ജോലി കിട്ടാത്ത സമയത്ത് കിട്ടാത്തതിന്റെ സ്ട്രെസ്, കിട്ടിക്കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാൻ പറ്റാത്തതിന്റെ സ്ട്രെസ്, കല്യാണം കഴിക്കാത്തതിന്റെ സ്ട്രെസ്, കഴിച്ചാലില്ല വേവിലാതിന്റെ സ്ട്രെസ്. നോക്കിയാട്ടെ നിങ്ങൾ, എല്ലാം സ്ട്രെസ് അല്ലേ? എന്നിട്ട് എന്താ ചെയ്യാൻ പോണ? എന്തിനാ ചെയ്യാൻ പോണം? നിങ്ങൾ സ്ട്രെസ് അടിക്കാതിരിക്കേണ്ട ആളെന്നല്ല, എനിക്ക് സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് യൂസ് സ്ട്രെസ് ആക്കി മാറ്റാം. എന്താ വാക്കിനർത്ഥം? യൂസ്ഫുൾ സ്ട്രെസ്, നമുക്ക് ഗുണം ഉണ്ടാക്കുന്ന സ്ട്രെസ്. ഇപ്പൊ ഇരിക്കുന്ന സ്ട്രെസ് ആണ്. ഇങ്ങനെ 1 മണിക്കൂർ ഇരിക്കണ്ട ഈ സാധനം നോക്കിയിട്ട്, അല്ലെ കമ്പ്യൂട്ടർ നോക്കി, സ്ട്രെസ് ആണ്. എനിക്ക് സ്ട്രെസ് ഇല്ല, കാരണം ഐ എൻജോയ് ദിസ്. ദാറ്റ്സ് ദ തിങ്. എന്റെ മകൾ പറഞ്ഞ ഞാൻ അവിടെ ഉത്സവത്തിന് പോകുന്നു, ഷീ വെന്റ്, ഷീസ് ഹാപ്പി ദേർ. ഇതാ ഞാൻ പറഞ്ഞ സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ സ്ട്രെസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിലേക്ക് പോയാൽ നമുക്ക്, എന്നിട്ട് നമുക്ക് ഇത് അവസാനിക്കും. എന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോയെങ്കിൽ പോലും ഒരു ബേസിക് കാര്യങ്ങളിലേക്ക് പറയാം. അവർ പറഞ്ഞ അക്യൂസ്ഡ് ഓഫ് കില്ലിംഗ്, അതായത് കൊല്ലുക. നമ്മുടെ ജീവിതം ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞാൽ ദീർഘായുസ്. ഈ ദീർഘായുസിനെ കൊല്ലുന്ന ഒരു കുറ്റപ്പെടുത്തേണ്ട സാധനമാണ് ഈ സ്ട്രെസ് എന്നത്. റിസർച്ച് ഇൻ ടു ദ കോസസ് ഓഫ് പ്രിമേച്വർ ഏജിങ്. നേരത്തെ, അതായത് സ്ട്രെസ് ഉള്ളവരെ ചിലവർ റിട്ടയർ ചെയ്യുമ്പോഴേക്ക് തന്നെ ആകെപ്പാട് വൃദ്ധനായിട്ടുണ്ടാവും. മുഖം കാണും, എന്താ ഞാൻ റിട്ടയർ ചെയ്യാം, ഒഫീഷ്യൽ പ്രഷർ. ഞാൻ അങ്ങനത്തെ കണ്ടിട്ടുണ്ട്. കാരണം ഞാനൊരു ഹെഡ് മാസ്റ്ററാണ്. എന്റെ സ്കൂളിലെ മുൻ അധ്യാപകരെ കാണാറുണ്ട്, ഇപ്പോഴത്തെ HMസിനെ കാണാറുണ്ട്, ഹയർ ഓഫീസേഴ്സിനെ കാണാൻ. എല്ലാവരും വളരെയധികം സ്ട്രെസ്ഡ് ആണ്.
because the body wears down much faster during periods of crisis. ക്രൈസിസ് വരുന്ന കുറെ റിസർച്ചിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്, അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 2 റിസർച്ചാണ്. ഒന്ന് ഹെഡിൽബർഗ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഒരു റിസർച്ചാണ്. അതെന്താ സംഭവിച്ചാൽ ഒരു ചെറുപ്പക്കാരനായ ഡോക്ടർക്ക് ഒരു ജോബ് ഇന്റർവ്യൂവിന് വിളിച്ചു, ഒരു ഡോക്ടർ. എന്നിട്ട് ഈ കക്ഷിക്ക് ഒരുപാട് വേവലാതി ഉണ്ടാക്കുന്ന പണി കൊടുത്തു. കോംപ്ലക്സ് മാത്ത് പ്രോബ്ലംസ്, അതായത് 30 മിനിറ്റ് സമയം കൊടുത്തിട്ട് കുറെ പ്രവർത്തനം കൊടുത്ത ശേഷം കണക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. കോംപ്ലക്സ് കണക്ക്, ഒന്ന് കൂട്ടിയെ കിട്ടാതെ കുറെ കണക്കെല്ലാം കൊടുത്തു. എന്നിട്ട് അവരുടെ രക്ത സ്ലാമ്പിൾ എടുത്ത് ഈ ഡോക്ടറുടെ എന്താ കണ്ടെത്തുന്നത്? നമുക്കൊരു അസുഖം വന്നാൽ അല്ലെ നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡീസ് ഉണ്ട്. അത് എളുപ്പം പറയുന്നത് ഹെൽത്ത് അറിയുന്ന ആന്റിബോഡീസ്. ഈ ആന്റിബോഡീസ് കുറയുമ്പോഴാണ് ആന്റിബയോട്ടിക്സ് നമ്മൾ കൊടുക്കുന്നത് പനിയൊക്കെ വരുന്ന സമയത്ത്. ഈ ആന്റിബോഡീസ് എന്ത് ചെയ്തു? ഈ സ്ട്രെസ്സുമായിട്ട് അത് റിയാക്ട് ചെയ്തു. എങ്ങനെ? ഒരു അണു വന്നാൽ ആന്റിബോഡീസ് അറ്റാക്ക് കൊല്ലാണല്ലോ ഇവന്റെ പണി. എന്നതുപോലെ തന്നെ സ്ട്രെസ് വന്നപ്പോഴേ ഈ കക്ഷി പ്രവർത്തിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു അണു നമ്മുടെ ശരീരത്തിൽ വന്നാൽ, ഒരു ശത്രു ആയിട്ടുള്ള ഒരു അണു, അത് ബാക്ടീരിയ വൈറസ് വരുന്ന പോലെ അതിനെ എങ്ങനെ പ്രതികരിക്കുന്നു, അതുപോലെയാണ് ഈ സ്ട്രെസ് വന്നപ്പോഴും ഈ ഇമ്മ്യൂണിറ്റി റെസ്പോൺസ്. എന്താ കുഴപ്പമെന്നറിയോ? അങ്ങനെ വരുമ്പോ ഇത് നിങ്ങൾ എപ്പോ ശ്രദ്ധിക്കുക, ഇപ്പൊ കീമോതെറാപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് ജീവനുള്ള ചത്ത കോശങ്ങൾ അല്ലെ മരിച്ച കോശങ്ങൾ പോകും, പക്ഷെ ജീവനുള്ള കോശങ്ങൾ മരിച്ചു, ഹെൽത്തി സെൽസ് ഇല്ലാണ്ടാവും. അതും നേരത്തെ ഏജ് ആവും. എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെസ് നിങ്ങൾക്ക് അത് എന്തുമാവട്ടെ അത് നിങ്ങളുടെ ദീർഘായുസിനെ ബാധിക്കുമെന്നാണ് ഈ ഗവേഷണം പറയുന്നത്. 2ാമത്തെ ഗവേഷണം യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ഒരു പഠനമാണ്. അത് 39 സ്ത്രീകളെയാണ് പഠിച്ചത്. 39 women who had high levels of stress. എന്താണ്? അവരുടെ കുട്ടികൾക്ക് ഉണ്ടാവും, അവരെ തെരഞ്ഞെടുത്ത് എന്താ, ഇവരുടെയൊക്കെ മക്കൾക്ക് അസുഖമുണ്ട്, ഇൽനെസ് ഓഫ് വൺ ഓഫ് ദെയർ ചിൽഡ്രൻ ആൻഡ് കമ്പയറിംഗ് ദം ടു സാമ്പിൾസ്. അതായത് എല്ലാവരെയും സെലക്ട് ചെയ്തിട്ടില്ല, 2 തരം, 39 സ്ത്രീകളുടെ ഒരു ബാച്ച്. എന്നിട്ട് അവരുടെ ഒക്കെ എന്താ കണ്ടീഷൻ, അവരുടെ കുട്ടികൾക്ക് അസുഖമുണ്ട്, അവരുടെ ബ്ലഡ് എടുത്തു. എന്നിട്ട് ഇവിടെ ഹെൽത്തി ചിൽഡ്രൻ, അവർക്ക് ഒരു ടെൻഷനുണ്ട്, മക്കളെ കുറിച്ച് ടെൻഷനൊന്നുമില്ല. എന്നിട്ട് അവരുടെ ഈ 2 ബ്ലഡ് സ്ട്രക്ചർ നോക്കിയപ്പോ, ഞാൻ അന്ന് നിങ്ങൾക്ക് തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മുടെ സ്ട്രക്ചർ കോശങ്ങളിൽ അതിന് തൊട്ട് മുകളിൽ ഈ വയസ്സുണ്ടാവുന്ന ഒരു കാര്യം ടെലോമീർ എന്ന് അതിന്റെ പേര്, TELOMERS, ഗൂഗിൾ ചെയ്ത ടെലോമിയർ. ഈ ടെലോമിയർ ഒരു പൊസിഷനിൽ ഉണ്ടാവും, ഏജ് ഉണ്ടാവുമ്പോൾ അത് പ്രായം കൂടുതൽ ഇത് ചുരുങ്ങി വരും. അപ്പോ സ്ട്രെസ് വരുമ്പോ ഇത് വേഗം ചുരുങ്ങും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതായത് ഈ അമ്മമാരെ പഠിച്ചപ്പോൾ, അല്ലെങ്കിൽ അവർക്ക് സ്ട്രെസ് ഉണ്ടാവുമല്ലോ മക്കളുടെ വേറെ എന്തെങ്കിലും എടുത്തോളൂ, എന്തെങ്കിലും ടെൻഷനില്ല അവർക്ക്. നമ്മുടെ ആയുസിന്റെ കുറക്കുന്ന അല്ലെങ്കിൽ ആയുസ് വേഗം എത്തുന്ന അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മരണത്തിൽ ഈ ടെലോമിയർ ചുരുങ്ങി വരും. എന്ത് വന്നാൽ സ്ട്രെസ് വന്നു. അപ്പൊ എന്താ നമ്മൾ ആവശ്യം? ടെലോമിയർ ചുരുങ്ങരുത്. എന്ത് വേണം? സ്ട്രെസ് പാടില്ല. പറയാൻ മനോഹരമായ വാക്ക്. ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങളെ സ്ട്രെസ് തുടങ്ങും, നാളത്തെ കാര്യം. അപ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത് NN കക്കാടിന്റെ അതിപ്രശസ്തമായ കുറച്ച് വരികൾ. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, പിന്നെ ഓരോ തളിരിനും പൂവരും കായ് വരും, നാളെ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ക്യാൻസർ വന്നിട്ട് ഹാ സഫലമീ യാത്ര. അമിതമായ വേവലതൊന്നും വേണ്ട. ഇത്തിരി നേരം ഇരിപ്പത് നറുചിരിയാൽ തന്നെ നിറക്കാം. ഇന്നത്തെ പ്രഭാഷണം ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് ഇതിന്റെ സ്ട്രെസ് എങ്ങനെ ഇല്ലാതാക്കാന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ പുസ്തകത്തിലെ കാര്യവും എന്റെ ഗവേഷണങ്ങളും ഈ പ്രേക്ഷകരോട് ഞാൻ സംവദിക്കാൻ അടുത്ത വ്യാഴാഴ്ച വീണ്ടും കാണാം. ഓവർ ടു ജേക്കബ് സർ. ആ പുസ്തകത്തില് വായിച്ചിട്ട് 2-3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ സാറ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാം അതിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. ഇപ്പൊ ലാസ്റ്റ് സാറ് പറഞ്ഞു നിർത്തിയത് സ്ട്രെസ്സാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആവലാതി വേവലാതി എല്ലാം കൂടി, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളാണ്. അപ്പോ സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സാറ് പറഞ്ഞ ന്യൂറൽ പാത്വേ
എല്ലാ മനുഷ്യനും അവനവനിലേക്ക് ഒന്ന് നോക്കിയാൽ അതിൽ എക്സിറ്റിംഗ് ന്യൂറൽ പാത്വേ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിനെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയ ഇന്റലക്ച്വൽ ആക്ടിവിറ്റി, അതൊക്കെ പ്രധാനമായി വളരെ അർത്ഥവത്തായിട്ടുള്ള ചില പദപ്രയോഗങ്ങളും അതിന്റെ ഡിസ്കഷനുമാണ് മാഷ് ഇവിടെ നടത്തിയത്. അപ്പോ നമ്മളൊരു പുസ്തകം വായിച്ചാൽ നമുക്ക് കിട്ടാത്ത ഒരുപാട് ഡെഫിനിഷനുകളും അതുമായി ബന്ധപ്പെട്ട അറിവുകളും നമുക്ക് മാഷ് ഇവിടെ തന്നിരിക്കുകയാണ്. സത്യത്തില് ഇത്രയും സസൂക്ഷ്മമായിട്ട് ഈ പുസ്തകത്തിന്റെ പരിചയപ്പെടുത്തലിന് ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ച ഒരു ദിവസം ഇന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മനസ്സിരുത്തി അത് ചിന്തിച്ചപ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊരു വായന എന്നതിനേക്കാൾ അപ്പുറം അത് എങ്ങനെ നമ്മളില് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. സാറ് പറഞ്ഞ ആ സ്ട്രെസ് മാത്രം എടുത്താൽ മതി. കാരണം ഇപ്പോഴും പുസ്തകം വായിച്ചു, സാറ് പറഞ്ഞു കഴിഞ്ഞു, നാളെ എന്ന വലിയ ഒരു സംഭവത്തിന്റെ മുന്നിൽ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ സ്ട്രെസ്സിലേക്കാണ് പോവുക. നാളെ നാളെ എന്നുള്ള ആ ചിന്ത. അപ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഇതുപോലെയുള്ള ക്ലാസിക്കൽ കൃതികളും അതിന്റെ ഇതുപോലെയുള്ള പരിചയപ്പെടുത്തലുകളും വിവരണങ്ങളും ഒക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്രദമാവും. മാഷ് അടുത്ത വ്യാഴാഴ്ച ഇതിന്റെ ബാക്കി വളരെ സംക്ഷിപ്തമായി നമുക്ക് ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തും. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ചെറിയ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. അല്ലേ പക്ഷേ ചെറിയ ഡൗട്ട് തീർച്ചയായിട്ടും. കാരണം നമ്മൾ അതില് സാറ് പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മൾ എഴുതി ചെന്നാൽ നമ്മളിലേക്ക് തന്നെ നമ്മൾക്ക് ഒരുപാട് എന്താ പറയാ കെട്ടിക്കിടക്കുന്ന കുറെ ഇഴപിരിഞ്ഞ് കിടക്കുന്ന കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വിശദമായി തന്നെ ഇതിൽ പറയുന്നുണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചോദിക്കാവുന്നതാണ്.